ആൻഡ്രോയിഡ് ഫോണിൽ ഈ ഗൂഗിൾ ഇല്ലാത്തൊരു പ്രശ്നമില്ലല്ലോ. ഗൂഗിൾ എന്തിനും നമുക്ക് ഗൂഗിൾ ആവശ്യമാണ് ആൻഡ്രോയിഡ് ഫോണിൽ. ഈ ഗൂഗിൾ ക്രോമിൽ ഞാൻ ഇനി പറഞ്ഞിരുന്ന 3 സെറ്റിങ്സ് നിങ്ങൾ ഓഫ് ആക്കുകയാണെങ്കിൽ നിങ്ങളെ ഫോണിൻ്റെ ബാറ്ററി ലൈഫും അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റും കുറേ നിങ്ങൾക്ക് കൂട്ടാനാവും കേട്ടോ. അതേതൊക്കെയാണ് 3 സെറ്റിങ്സ് എന്നല്ലേ? വളവളാന്നിങ്ങനെ പറയുന്നതിനും നല്ലത് വേഗത്തിൽ കാര്യം പറഞ്ഞങ്ങ് പോകുന്നതല്ലേ. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തോ, എന്നിട്ട് മേലെ 3 കുത്തുണ്ട്, അതിലൊരു കുത്തിക്കോ. ഇവിടെ സെറ്റിങ്സിൻ്റെ ഒരു പരിപാടി ഉണ്ട്, അതൊന്ന് കുത്തിക്കോ. ഇവിടെ നിങ്ങളെ ഇമെയിൽ പ്രൊഫൈൽ കാണും, അതിലൊരു ഞെക്ക് കൊടുക്ക്. ഇവിടെ കുറേ എണ്ണം കാണുന്നില്ല, ഇത് തീർത്തങ്ങ് ഓഫാക്കിക്കളാ. ഇത് ഓഫാക്കി കഴിഞ്ഞാൽ നമ്മളെ ഇൻ്റർനെറ്റ് ഓഫായാലും ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്ക് ചെയ്യും. അതൊക്കെ ഒഴിവായിട്ട് നമ്മളെ ബാറ്ററി ലൈഫ് കൂട്ടാനാവും. ഇനി താഴോട്ട് പോയിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ, ഈ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് ക്രോമിന്ന് തീരെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഓഫായിക്കളാം. അല്ല, ക്രോമിന്ന് അത്യാവശ്യമുള്ള നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് ഉണ്ട്, സൈറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതിന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സൈറ്റിലൊക്കെയുള്ള നോട്ടിഫിക്കേഷൻ അങ്ങ് ഓഫായിക്കളാം. പക്ഷേ ഏറ്റവും നല്ലത് നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് അങ്ങ് ഓഫായിക്കളയുന്ന. അത് ഓഫാക്കി കളഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ക്രോം എന്നുള്ള നോട്ടിഫിക്കേഷൻ്റെ ശല്യം ഉണ്ടാകുക. അത് മാത്രമല്ല, ചില സൈറ്റിൽ നിന്നൊക്കെ വരുന്ന നോട്ടിഫിക്കേഷൻ കണ്ടു നിൽക്കാനാകുകയില്ല. പെറ്റ തള്ള സഹിക്കുകയില്ല. ഇറ്റാലത്തെ നോട്ടിഫിക്കേഷനാണ് വരിക, വൃത്തികെട്ട നോട്ടിഫിക്കേഷനൊക്കെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാവും. ഇനി അടുത്ത് എന്താ വെച്ചാൽ കുറച്ച് താഴെ ഭാഗത്ത് തീം എന്ന് കാണും. തീം. ഈ തീം എടുത്തിട്ട് അത് ഡാർക്ക് മോഡിലേക്ക് മാറ്റിക്കോ. ഇങ്ങനെ ഡാർക്ക് മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫോണിൻ്റെ ബാറ്ററി പിന്നെ നമുക്ക് അവിടെ ഉപയോഗം കുറയും. ഈ ലൈറ്റ് തീം ഉപയോഗിക്കുന്നതും ഡാർക്ക് തീം ഉപയോഗിക്കുന്നതും തമ്മിൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നതിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതും ഒന്ന് മാറ്റിക്കോ. ഈ 3 സെറ്റിങ്സും അങ്ങ് മാറ്റിയേക്ക് നിങ്ങളെ ബാറ്ററി ലൈഫും കൂടും, ഉപയോഗിക്കുന്ന നെറ്റിൻ്റെ അളവും കൂടും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കുന്നുണ്ട്, നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒരു ലൈക്കും കൊടുത്തേക്കും. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. പിന്നെ ഫോളോ ചെയ്തിക്കില്ലേ? ഫോളോ ചെയ്താൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉടായ്പ ടിപ്സും കൊണ്ടുവരും. നിങ്ങൾക്കും അത് പഠിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പിയോ. താങ്ക് യു സോ മച്ച്.